സോ ഹലോ ഗായ്സ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ട് സംഭവം കഴിപ്പിച്ചിരുന്നു. നിങ്ങൾ കേട്ടോളി, എന്നിട്ട് തിരിച്ചു വരും. ഓക്കെ. എൻ്റെ പേര് നിസി. എൻ്റെ വീട് ഇവിടെ അടൂർ പെരിങ്ങനാടാണ്. എൻ്റെ വീട്ടിലെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഡിസംബർ 30 എൻ്റെ വീട് ജപ്തിയാവുകയാണ്. അപ്പം ഒരു ഹോപ്പോടെയാണ് ഡോക്ടറുടെ അടുത്ത് വന്നത്. കാര്യം ഒരു സ്റ്റോറി എങ്കിലും ഇട്ടാൽ ഡോക്ടറിൻ്റെ ഫാൻസ് ഒത്തിരി ഉണ്ടല്ലോ. അപ്പം 1 രൂപ വെച്ചെങ്കിലും അവർ തിന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. 4 ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ്. വയ്യാത്തൊരമ്മ വീട്ടിലുണ്ട്. മഞ്ഞപ്പിത്തം വന്നിട്ട് കരൾ ഫുള്ള് ബാധിച്ച് ബെഡ് റെസ്റ്റാണ്. അതുപോലെ ഈ ഇടയ്ക്ക് അതൊന്ന് റിക്കവറായി വരുന്ന സമയപ്പം ഷുഗർ പ്രഷർ കൂടുതലായിട്ട് ഒരു കണ്ണിന് സർജറി. ഈ കണ്ണ് കാഴ്ചയില്ല, ഈ കണ്ണ് ജസ്റ്റ് മങ്ങൽ, എന്നാലും നേരെ കാണത്തില്ല. അപ്പം അമ്മയ്ക്ക് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ ഒറ്റ വരുമാനം, പപ്പ പെയിൻറ്റിങ് പണിയാണ്. പപ്പയുടെ വരുമാനം അമ്മയുടെ ചികിത്സയ്ക്ക് പോലും തികയാറില്ല. അപ്പോൾ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഹൗസിംഗ് ലോൺ, വീട് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോൺ എടുത്തത്. അപ്പോൾ ഈ മാസം 30-നുള്ളിൽ നമ്മൾ 4 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ നമുക്ക് ജപ്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഞാനും പപ്പയും അമ്മയും അച്ഛൻ്റെ അമ്മയും ഞങ്ങൾ 4 പേരാണുള്ളത്. ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലമില്ല. വാടക വീടെടുത്താൽ പോലും അവിടുന്ന് നമുക്ക് മാസം കൊടുക്കാനുള്ളൊരു, അതായത് അതിനുവേണ്ടി വാടക കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് IDBI അടൂർ ബ്രാഞ്ച് അവിടെ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്. നമ്മൾ അമ്മയ്ക്ക് അസുഖമായി, അതുപോലെ അച്ഛന് ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് പെൻഡിങ്. അച്ഛൻ്റെ മരിച്ചു. പിന്നെ അങ്ങനെ അമ്മയ്ക്ക് വയ്യാതായി. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഇതായി. കോട്ടയം മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് ചികിത്സ. ഇപ്പോഴും അമ്മയ്ക്ക് ട്രിവാൻഡ്രത്ത് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ റോബിൻ്റെ അടുത്ത് ഞാൻ വന്നത് ഒരു ഹോപ്പോടെ വന്നതാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ട്രൈ ചെയ്തു. പക്ഷേ എങ്ങനെ നമുക്കൊരു ജപ്തി ആയതുകൊണ്ട് എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് പറയുന്നത്. ജപ്തി കേസ് ആയതുകൊണ്ട് മാത്രം അവർ ഫണ്ടില്ല എന്ന് പറയുന്നു. എല്ലാ ചികിത്സ, ഓപ്പറേഷൻ, ക്യാൻസർ പോലത്തെവർക്കും അത് മാത്രമേ ഫണ്ട് അവർ റേസ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ജപ്തി കേസുകാർക്ക് റേസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സുഹൃത്താണ്. നമുക്കൊരു വിശ്വാസമുണ്ട്, ചേട്ടൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് സഹായം കിട്ടുമെന്ന് നമുക്ക് ശരിക്കും നല്ല വിശ്വാസമുണ്ട്. കണ്ടു, സംസാരിച്ചു. നമ്മളോട് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായിക്കുന്ന 100% സഹായിച്ചിരിക്കും. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ചേട്ടാ 12 മണിക്ക് വന്ന് നിൽക്കുമോ ഞങ്ങളിവിടെ. വിശ്വാസം ഉണ്ട്. എൻ്റെ വീട് അടൂർ പെരിങ്ങനാട് എന്ന് പറയും. അവിടുന്ന് കുറച്ചുകൂടെ പോകണം. എന്നോട് പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ, മാനേജറിന്റെ നമ്പർ തന്നിട്ടുണ്ട്, നമ്പർ വിളിക്കാനാണ് പറഞ്ഞത്. ഡോക്ടർ സംസാരിക്കും. സോ ഗൈസ്, ഇതപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് എന്തായാലും അവരുടെ കുടുംബത്തിന് വേണ്ടി ഡോക്ടർ റോബിനെ സഹായിക്കട്ടെ. ഒരുപാട് ഡോക്ടർ റോബിൻ ആർമിക്കാരുണ്ട്. സോ ഒരുപാട് സഹായം കിട്ടും. എന്തായാലും എനിക്കിവിടെ ഒരുപാട് ശ്രമിച്ചിട്ട്, സത്യസന്ധമായിട്ട് പറയും, ഒരുപാട് നമ്മൾ ശ്രമിച്ചു. എനിക്കിവിടെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം കിട്ടിയില്ല. ഓക്കെ. സോ അത് കിട്ടിയെങ്കിൽ പഠിച്ച ഉറപ്പാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ശ്രമിച്ചാൽ, പക്ഷേ എനിക്ക് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെയും കിട്ടിയില്ല. ഇത് പ്രൊമോട്ട് ചെയ്ത ചാനൽസ് പോലും ചെയ്ത തെണ്ടിത്തരായി പോട്ടെ. കാരണം അവരുടെ ബാങ്ക് ഡീറ്റെയിൽസിന് സൈഡ് കൊടുക്കാൻ പറ്റുന്നു. ഒരുപാട് വ്യൂസിന് വേണ്ടി ഇല്ലാതെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, സീരിയസ് ആയിട്ട് പറയാൻ. എനിക്ക് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എവിടെയും കിട്ടിയില്ല. ഓക്കെ. ഇവിടെ PayTM നമ്പർ ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ റോബിൻ്റെ അറമയിലൊന്നും ഇപ്പോൾ എടുത്താൽ റോബിനെ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ട് തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായി ഡു ഇറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. ഞാൻ പോട്ടെ. അപ്പോൾ സങ്കടമുണ്ട്, എന്നാലും വീഡിയോ സന്തോഷത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാറ്. ഓക്കെ. സോ ബൈ.